അസ്കലാനിൽ നിന്നൊരു ഉദ്ധരണി സാധാരണ വ്യാപകമായിട്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെടാറുണ്ട്. അമലുൽ മൗലിദിന്റെ അസല് തന്നെ വിദേഹത്താണ് എന്ന് പറഞ്ഞിട്ട് ഒരു വ്യാപകമായിട്ട് അത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഇതിനൊക്കെ തെറ്റാണെന്ന് ഷാഫി പണ്ഡിതന്മാർ പറഞ്ഞു എന്ന് ഒരു വരുത്തി തീർക്കുന്നത്. ശരിക്കും എന്താണ് ഇബ്നുൽ അസ്കലാനി പറഞ്ഞത്? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് അത് നിങ്ങൾ ചോദിക്കേണ്ടത് തന്നെയാണ്. എന്താന്ന് ചോദിച്ചാൽ അമലുൽ മൗലിദ് അതിന്റെ അസ്ല് ബിദ്അത്താണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ല രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് ശരിയാണ്. പക്ഷേ അതിന്റെ അർത്ഥം എന്തല്ല, മൗലിദന്റെ ബിദ്അത്താണ് എന്നല്ല ഈ പറയുന്നത്. നമ്മൾ ശരിക്കും പഠിക്കണം. ഞാൻ ആമുഖത്തിൽ പറഞ്ഞു, ഒക്കെ മനസ്സിലായല്ലോ. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മൗലിദ് നടത്തുന്നതിന്റെ അല്ലെങ്കിൽ മൗലിദ് ആഘോഷം നടത്തുന്നതിന്റെ അടിസ്ഥാനം എന്താണ്, അതിന്റെ ലക്ഷ്യം എന്താ, അതിന്റെ ഉദ്ദേശം എന്താ? മഹബത്ത് താളീം അല്ലെ, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബത്തും അവിടത്തോടുള്ള സ്നേഹവും ആ ബഹുമാനാദരവും പ്രകടിപ്പിക്കലും അവിടുന്ന് അള്ളാഹു നമുക്ക് ഈ റഹ്മത്തുല്ലിൽ ആലമീനായി നമുക്ക് നൽകിയതിൽ സന്തോഷം പ്രകടിപ്പിക്കലുമാണെന്ന് നമ്മൾ പറഞ്ഞു. പരിശുദ്ധ ഖുർആനും ഒക്കെ ഞാൻ ഉദ്ധരിച്ചല്ലോ. ഇതാണ് ഇതിന്റെ അടിസ്ഥാന സ്വഭാവം. അതായത് ഈ അടിസ്ഥാന സ്വഭാവം നിലനിർത്താൻ വേണ്ടി ഓരോ കാലത്തും അതിനനുസൃതമായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ്, പരിഷ്കരണങ്ങൾ നടത്തും. അതേപോലെ ഇൽമു പഠിപ്പിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തുണ്ട്. നബി തങ്ങൾ പ്രചോദനം നൽകിയതാണ്, ശറഅ് അതിന് വലിയ പുണ്യം പ്രഖ്യാപിച്ചതാണ്. പക്ഷെ ഇന്നത്തെ മതപഠനത്തിന് നമ്മൾ സ്വീകരിച്ച രീതിശാസ്ത്രം, സിലബസ് സംവിധാനവും കോളേജ് സംവിധാനവും മദ്രസ സംവിധാനം, പരീക്ഷാ സമ്പ്രദായം എന്നൊക്കെ വെച്ചോളൂ, ഇതൊന്നും റസൂലുള്ളാഹിയുടെ കാലത്തില്ല എന്ന്, ഈ രൂപത്തിലില്ല എന്ന് ഉറപ്പല്ലേ? ഉറപ്പാണ്. അതുകൊണ്ട് ഇതൊന്നും ഇസ്ലാമിക് അല്ല എന്ന് പറയാൻ പറ്റൂല. എന്നാൽ ഇതുപോലെ തന്നെയാണ് മഹബത്ത് താളീം, റസൂലുള്ളാഹിയോടുള്ള ആ മഹബത്ത് താളീം പ്രകടിപ്പിക്കുക. അതുപോലെ അവിടുത്തെ അല്ലാഹു തആല ഈ ലോകത്തേക്ക് നമുക്ക് നൽകിയതിൽ സന്തോഷം പ്രകടിപ്പിക്കുക എന്ന ഈ കാര്യം നടപ്പിലാക്കുന്നതിന്, അത് പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു രൂപഭാവമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അത് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനിയുടെ കാലത്തും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഫത്വ വരുന്നത്, നമ്മൾ ഓർക്കണം. അപ്പൊ മഹാൻ പറയുന്നത് എന്താണ്? അസ്ലു അമലിൽ മൗലിദാണ്. അസ്ലുൽ മൗലിദ് അല്ല, അസ്ലു അമലിൽ മൗലിദ്. ഹാഫിദ് സുയൂത്തി അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ അസ്ലു അമലിൽ മൗലിദ് എന്ന് പറയുന്നത് അതെന്താണ്? അത് ഫതാവ സുയൂത്തിയിൽ ഇമാം ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി പറഞ്ഞു, ഈ അമലുൽ മൗലിദ് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലദീ ഹുവ ഇജ്തിമാഉൻ നാസി വഖിറാഅത്തു മാ തയസ്സറ മിനൽ ഖുർആനി വറിവായത്തുൽ അഖ്ബാരിൽ വാരിദത്തി ഫീ മബ്ദഇ അംരി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വമാ വഖഅ ഫീ മൗലിദിഹി മിനൽ ആയാതി. എന്താ പറഞ്ഞത്? അതായത് അമലുൽ മൗലിദ് എന്ന് പറയുന്ന ഈ പരിപാടി എന്താ? ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുക, എന്നിട്ട് കുറച്ച് ഖുർആൻ ഓതുക, എന്നിട്ട് റസൂലുള്ളാഹിയെ കുറിച്ചുള്ള ഹദീസ് ഓതുക, മാത്രമല്ല റസൂലുള്ളാഹിയുടെ ജന്മവുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകൾ പാരായണം ചെയ്യുക, അതുപോലെ തന്നെ റസൂലുള്ളാഹിയുടെ നുബുവത്തുമായി ബന്ധപ്പെട്ട, റസൂലുള്ളാഹിയുടെ ജീവിതകാലത്തെ ആദ്യകാലത്തുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ ഒന്ന് പാരായണം ചെയ്യുക. അതൊക്കെ റസൂലുള്ളാഹിയുടെ മഹത്വമാണ്, സന്തോഷം പ്രകടനമാണ്. സുമ്മ യുമദ്ദു ലഹും സിബാത്തുൻ യഅകുലൂനഹു, പിന്നെ അവർ ഭക്ഷണം സുപ്രവിരിക്കുക, എന്നിട്ട് ഭക്ഷണം കഴിക്കുക. ഇതാണ് അന്ന് പറഞ്ഞ അമലുൽ മൗലിദ്. ഇതെല്ലാം കൂടിയുള്ള ഒരു കർമ്മം, ഇതിന്റെ മജ്മൂൾ, ഇതെല്ലാം കൂടിയുള്ള ഈ സ്വഭാവം, ഇങ്ങനെ ഒരു സ്വഭാവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തില്ല, അല്ലെങ്കിൽ സ്വഹാബത്തിന്റെ കാലത്തില്ല. ഏതുപോലെ പള്ളിയും മദ്രസയും സഹീഹുൽ ബുഖാരിയും അൽ സഹീഹ് മുസ്ലിം ഇന്ന് കാണുന്ന ഹദീസും മുസാഫും ഇന്ന് രണ്ട് ചട്ടന്റെ രൂപത്തിലുള്ളത് പോലെ അന്ന് റസൂലുള്ളാഹിയുടെ കാലത്തില്ലല്ലോ. അതുപോലെ തന്നെ അതുകൊണ്ട് മാത്രം ഒരു കാര്യം തെറ്റാവൂല എന്നാ ഞാൻ പറഞ്ഞത്. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ അമലുൽ മൗലിദ് എന്ന് പറയുന്നത് ഹാഫിദ് സുയൂത്തി തന്നെ അതെന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മൗലിദാഘോഷം മൊത്തം ബിദ്അത്താണ് എന്നല്ല പറയുന്നത്. ഈ പ്രത്യേക രൂപഭാവങ്ങൾ അത് റസൂലുള്ളാഹിയുടെ കാലത്ത് ഇല്ല. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്. ഏത്? അത് റസൂലുള്ളാഹിയുടെ കാലത്തില്ല. ഈ രീതിയും ശൈലിയും പുതിയതാണ്. ബിദ്അത്ത് എന്നാൽ ഇവിടുത്തെ ഉദ്ദേശം അത്രയേ ഉള്ളൂ, പുതിയതാണ്. പുതിയത് എന്ന് പറയുമ്പോഴേക്ക് എന്തായിക്കൊള്ളണമെന്നില്ല, ഇസ്ലാം വിലക്കിയതാണ് തെറ്റാണ് എന്ന് ആവുകയില്ല. പുതിയ കാര്യങ്ങളിൽ തന്നെ അനുവദനീയം പുണ്യകർമ്മവും ഒക്കെ ആയതുണ്ട്, അല്ലാത്തതുണ്ട്. അത് നമ്മൾ ഇനം തിരിച്ച് തന്നെ മനസ്സിലാക്കണം. അത് തിരിയാത്തതോ അല്ലെങ്കിൽ തിരിഞ്ഞവർ മൂടി വെച്ചതോ ആണ് ഇന്നുള്ള പ്രശ്നങ്ങൾക്ക് കാരണം എന്നാണ് ഞാൻ ചുരുക്കി പറയുന്നത്. അപ്പൊ ഇമാം ഹാഫിദ് സുയൂത്തി ഇമാം ഇബ്നു ഹജർ അസ്ഖലാനിയിൽ നിന്ന് ഉദ്ധരിച്ച ആ അസ്ലുൽ മൗലിദ് എന്ന് പറഞ്ഞാൽ മൗലിദ് കഴിക്കലിന്റെ ബിദ്അത്താണ് എന്നല്ല. ഇന്ന് കാണുന്ന ഈ പ്രത്യേക രൂപം, ഇന്നല്ല, അന്ന് അവരുടെ കാലത്ത് ഉണ്ടായിരുന്ന ആ പ്രത്യേക രൂപഭാവം ഉണ്ടല്ലോ, നമ്മളിപ്പോ ഈ പറഞ്ഞ ഇങ്ങനെ എല്ലാം കൂടിയുള്ള ഈ രൂപം റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് ഇതേ രൂപത്തിൽ ഉണ്ടായിട്ടില്ല. അത് മറ്റൊരു രൂപത്തിലായിരുന്നു. ഓരോ കാലത്തും ശൈലിയും രൂപവും വ്യത്യാസപ്പെടും എന്ന് ചുരുക്കം.